അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ CBI ചുമത്തിയിട്ടുള്ളത്. 2012 ഫെബ്രുവരി 20-നാണ് MSF പ്രവർത്തകൻ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വിടുതൽ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം, രാജേഷിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അരിയിൽ ഷുക്കൂർ വധക്കേസ്. ഈ കേസിൽ കുറ്റമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM നേതാക്കളായ പി ജയരാജനും അതോടൊപ്പം തന്നെ TV രാജേഷും നൽകിയ വിടുതൽ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമായിരുന്നു നേരത്തെ ഇരുവർക്കുമെതിരെ CBI ചുമത്തിയത്. ഈ ഒരു വിടുതൽ ഹർജി നൽകിയ വേളയിൽ ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക അടക്കം ഈ ഹർജി എതിർത്തുകൊണ്ട് ഉപഹർജി സമർപ്പിച്ചില്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടുള്ള നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. CBI ഇരുവർക്കുമെതിരെ, അതായത് TV രാജേഷിനും പി ജയരാജനുമെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇരുവരുടെയും വിടുതൽ ഹർജി തള്ളണമെന്നുള്ളതായിരുന്നു ഷുക്കൂറിന്റെ മാതാവിന്റെ ആവശ്യം. 2012 ഫെബ്രുവരി 20-നാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. MSF ട്രഷററായിരുന്ന അരിയിൽ ഷുക്കൂറിനെയാണ് കൊലപ്പെടുത്തിയത്. നേരത്തെ, അതായത് അതിനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ പി ജയരാജന്റെ വാഹനം ലീഗ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു കൊലപാതകത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് TV രാജേഷും പി ജയരാജനും പങ്കുചേർന്നു എന്നുള്ളതായിരുന്നു CBIയുടെ കണ്ടെത്തൽ. എന്തായാലും പ്രോസിക്യൂഷന്റെ എതിർപ്പടക്കം പരിഗണിച്ചുകൊണ്ട് ആണ് നിലവിൽ പി ജയരാജന്റെയും TV രാജേഷിന്റെ വിടുതൽ ഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളിയിരിക്കുന്നത്.